ഒരിക്കൽ വിട പറഞ്ഞതിനൊന്നും പിന്നീട് ഒരു ഇടം കൊടുക്കരുത്. ഒരിക്കൽ വീണ കുഴിയിൽ പിന്നീട് ഒരിക്കൽ വീഴുകയും അരുത്. എത്ര സന്തോഷിച്ചു എന്നതിലല്ല, എത്ര മുറിവേൽക്കാതിരുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം. മുകളിൽ ചായം തേക്കാം, അതിനു ഭംഗിയും വരുത്താം. അപ്പോഴും അതിനിടയിൽ ഒരു അഴകില്ലായ്മ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഒരാളെ നാം എത്ര സ്നേഹിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ അയാൾ മരിച്ചെന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. ഒരിക്കലും തിരിച്ചുവരാൻ സാധ്യതയില്ലാത്ത വിധം അയാൾ പോയെന്ന് ഉറപ്പാകുമ്പോൾ ഉള്ളിലെവിടെയോ അനുഭവപ്പെടാൻ പോകുന്ന ഒരു നിർവികാരതയില്ലേ? പറയാൻ ബാക്കിവെച്ച കാര്യങ്ങൾ, പാലിക്കാൻ കാത്തിരുന്ന വാക്കുകൾ, നാളത്തേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ, കൊടുത്തു തീർക്കാതെ കൂട്ടിവെച്ച സ്നേഹം, കാണാതെ പോയ ഇഷ്ടം, പറഞ്ഞു വേദനിപ്പിച്ച കാര്യങ്ങൾ, ഒഴിവാക്കിയ നിമിഷങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഒരു സെക്കൻഡിൽ അവസാനിച്ചു എന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരുതരം മരവിപ്പുണ്ടല്ലോ, അതിൻ്റെ തീവ്രതയിലും ഹൃദയം വിങ്ങുന്നുണ്ടാകും. ഇതാണ് മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ടുകളയുക. നിങ്ങൾ ഒന്നുമല്ലെന്ന് ഉരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടു കൂടി ഉൾക്കൊള്ളാൻ ആകുന്നവരുടെ കൈകോർത്ത് നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതം. വായിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്നവരുടെ കയ്യിൽ ഒരിക്കലും പുസ്തകം ഏൽപ്പിക്കരുത്. വായിച്ചു കഴിഞ്ഞാലും അത് ഭദ്രമായി സൂക്ഷിക്കുന്നവരുടെ കയ്യിൽ മാത്രം പുസ്തകം ഏൽപ്പിക്കുക. ഇതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും. ഉള്ളു തുറന്ന് ഉള്ളത് പറയുന്നത് ഉള്ളറിഞ്ഞ് കൂടെ നിൽക്കുന്നവരോടായിരിക്കണം. ചില ആളുകളോട് ഉള്ളു തുറന്ന് ഉള്ളറിഞ്ഞ് പറഞ്ഞാലും അവർ അത് വളരെ നിസ്സാരമാക്കിയെടുക്കും. കേട്ട് കഴിഞ്ഞാൽ കഥകളായി കരുതി ഒഴിഞ്ഞു മാറുന്നവരോടായിരിക്കരുത് നമ്മൾ ഉള്ളു തുറന്ന് പറയേണ്ടത്. മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ഒന്നോർക്കുക, അതേ വേദന മറ്റാരെങ്കിലും വഴി ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും അനുഭവിക്കുമ്പോൾ മാത്രമേ ഞാൻ കാരണം അവർ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ട് എന്ന ബോധം വരികയുള്ളൂ. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കുറയ്ക്കുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകരുത്. ആത്മാർത്ഥത നിങ്ങൾക്ക് കൂടിപ്പോകരുത്. സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയും നിർബന്ധിക്കുകയും ചെയ്യരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്.